നിങ്ങൾ അപ്പൊ ഷിബു പാസ്റ്റർ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇവിടെ നമ്മൾ കാണുന്ന പല കുഴപ്പങ്ങളുണ്ടല്ലോ, അതായത് നമുക്ക് വളരെ മോശപ്പെട്ടതായിട്ട് തോന്നുന്നത്, വളരെ മോശപ്പെട്ട ഒരു ദൈവമായിരിക്കും ഉണ്ടാക്കിയെന്ന് തോന്നുന്ന രീതിയിലുള്ള അത്രക്കും ഈവലും അത്രക്കും സഫറിങ്ങും, കുഞ്ഞുങ്ങൾക്ക് ബ്ലഡ് ക്യാൻസറും, ഈ കാട്ടിലുള്ള മൃഗങ്ങളൊക്കെ കാട്ടുതീ വന്നിട്ട് നശിച്ച് കത്തി എരിഞ്ഞു പോകുന്നതും, ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, പിന്നെ എത്രയോ സ്പീഷീസ് ഉണ്ടായിട്ട് അത് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളല്ല ലോകം സൃഷ്ടിച്ചത് വന്നിട്ട് ആ കൊശവന്റെ കയ്യിലല്ല ഇത് വീഴുന്നത് പോലെ വീഴുകയും അത് ദൈവം തിരിച്ച് അത് ദൈവത്തിന്റെ എന്തോ ഒരു പ്ലാൻ പ്രകാരമാണ് ഇത് നടക്കുന്നത്, നമുക്ക് മനസ്സിലാവാത്ത എന്തോ ഒരു യുക്തിയായിരിക്കും എന്നാണോ നിങ്ങൾ പറയുന്നത്? അതൊരു യെസ് ഓർ നോ പറയോ, എങ്കിൽ I'll put forth my next argument. അതെ 100% അങ്ങനെ തന്നെയാണ്. കാരണം ഇതെല്ലാം എനർജിയാണ്. എനർജിയുടെ ഭാവമാറ്റങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോ ആ ദൈവത്തിന്റെ ഇൻഫിനിറ്റ് എനർജിയാണ് നിങ്ങൾ കാണുന്ന സിംഹവും പുലിയും ചെന്നായും മരങ്ങളും കാടും വനവും തീയും, ഇതെല്ലാം ഒരേ എനർജിയാണ്. ആ എനർജി തന്നെയാണ് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത്. അത് അപ്രത്യക്ഷമാകുന്നു വെച്ചാൽ അതെങ്ങും അപ്രത്യക്ഷമാകുന്നില്ല. അത് ആ എനർജി വലയത്തിലേക്ക് തന്നെ പോകുന്നു, വേറൊരു ഫോമിൽ വരുന്നു. നിങ്ങൾ എന്തിനാണ് അതിൽ ചഞ്ചലചിത്തനാകുന്നത്? ഓക്കെ, മനസ്സിലായി. അപ്പൊ നിങ്ങൾ എന്താ പറയുന്നത് വെച്ചാൽ, ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിൽ ഞാൻ പ്രശ്നം കാണുമ്പോൾ നിങ്ങൾ പറയാണ് ദാറ്റ് ഇസ് ഇൻസ്ക്രൂട്ടബിൾ. ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം മനസ്സിലായിക്കൊള്ളുന്നില്ല, ഇൻസ്ക്രൂട്ടബിൾ ആണ്, ബിക്കോസ് ഹീസ് ഓൾ പവർഫുൾ, ഓൾ നോയിങ്. അത്രയ്ക്കും വലിയ ദൈവത്തിന് നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ പോകല്ലേ? എങ്കിൽ നിങ്ങൾ യഹോവനെ ജഡ്ജ് ചെയ്യുന്നത്. യഹോവ ദൈവമാണ്, യഹോവ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിധികൾ നിങ്ങൾക്ക് അറിയാം. അത് യഹോവ ചെയ്യാൻ പാടില്ല, കാരണം യഹോവ ചെയ്തത് മോശത്തരാണ്, അത് ഭയങ്കര ചീപ്പാണ്, അതാണ് ഇതാണ് നിങ്ങൾ പറയും. യു ആർ ജഡ്ജിങ് യഹോവ. അവിടെ നിങ്ങൾക്ക് ഇൻസ്ക്രൂട്ടബിലിറ്റി ഇല്ല. അവിടെ അതൊരു ദൈവം, നമ്മൾ മനുഷ്യനാണ്, നമ്മളെ കണ്ടി ഒരു സുപ്പീരിയർ ബീയിങ് ആണ്, അത് എന്തോ ചെയ്യുന്നുണ്ട്, അത് നമുക്ക് മനസ്സിലാവായ്മ ആയിക്കൂടെ, ഇതൊന്നും നിങ്ങൾ അവിടെ ഭയങ്കര കൃത്യമായിട്ടുള്ള അറിവുണ്ട്. യു ആർ ജഡ്ജിങ് യഹോവ, ബട്ട് യു ഡോണ്ട് വാണ്ട് ടു ജഡ്ജ് ദാറ്റ് ഹയർ ഗോഡ്. അതേ രീതിയിലുള്ള പ്രവർത്തനം നമ്മൾ കാണുന്നുണ്ട്. എങ്കിലോ ഈ യഹോവ ഇത് ചെയ്യും അറിഞ്ഞിട്ട് അതിനെ ചെയ്യിപ്പിച്ച ദൈവമാണ് അത്. ഈ യഹോവന്റെ മുകളിൽ കൺട്രോളുള്ള ദൈവമാണല്ലോ അത്. ഇതൊക്കെയാണ് യഹോവന്റെ കാര്യങ്ങൾ എന്ന് അറിയല്ലോ, എന്നിട്ട് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് ചെയ്യിപ്പിക്കാൻ വിട്ട ആ വലിയ ദൈവം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എങ്കിൽ ആ ദൈവത്തിനെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല, കാരണം എന്താ, ഇൻസ്ക്രൂട്ടബിൾ. ബട്ട് വേർ ദിസ് ഗോഡ് ഇസ് വെരി സ്ക്രൂട്ടബിൾ. ഇതിലൊരു ഡബിൾ സ്റ്റാൻഡേർഡ് നിങ്ങൾ കാണുന്നില്ലേ? അതിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ഇല്ല. ഞങ്ങൾ ദൂതന്മാരെ വിധിക്കും എന്ന് പൗലോസ് ശ്ലീഹ കൊരിന്ത്യലേഖനത്തിൽ എഴുതുമ്പോൾ, ദൂതന്മാരെയും വിധിക്കുവാനുള്ള അധികാരമാണ് ക്രൈസ്തവർക്ക് അഭിഷേകത്തിലൂടെ നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യാനിയായ എനിക്ക് ഒരു ദൂതനായ യഹോവയെ വിധിക്കാൻ അധികാരമുണ്ട്. അതുകൊണ്ടാണ് വിധിക്കുന്നത്. അവൻ ചെയ്തത് തെറ്റ്, അങ്ങനെയാണ്. അത് ആളെ തിരിച്ചറിയുക, മനസ്സിലായോ? അല്ലാതെ ഞങ്ങളതിനകത്താണ് ഞങ്ങളത് പറയുമ്പോ നിങ്ങളതിനകത്ത് യഹോവ ഇങ്ങനെയാണെന്ന് താങ്കൾക്ക് അത് മനസ്സിലായി, ഷൂസായി, അത് എനിക്ക് മനസ്സിലായി. അപ്പൊ നിക്ക് അതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അപ്പൊ നിങ്ങൾ അത് നിങ്ങളുടെ ബുക്കിൽ വരുന്ന കാര്യങ്ങൾ ലോജിക്കലി നിങ്ങൾക്ക് ഇതിനെ ഡിനൈ ചെയ്യാൻ കഴിയുന്നില്ല. അത് ലോജിക് അല്ല. ലോജിക് ആണെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ആക്കി ഞാൻ എടുക്കുന്നത്. പക്ഷെ അത് ലോജിക് അല്ല. നിങ്ങളുടെ ബുക്കിൽ വരുന്ന വിശ്വാസം, നിങ്ങളുടെ ബുക്ക് നിങ്ങളോട് പറയുന്ന യഹോവയാണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്, ആ യഹോവ ദൈവമല്ല, സെക്കൻഡറി ഗോഡാണ് യഹോവ, ആ യഹോവന്റെ ചില കാര്യങ്ങളാണ് ഇത്. അതുകൊണ്ട് അത് നിങ്ങളുടെ ബുക്കിൽ വരുന്ന വിശ്വാസമാണ്, അത് ഞാൻ എടുക്കുന്ന ഒരു നിർബന്ധം. ശരി, ഞാൻ പറയാം. ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പൊ നേരെ മറിച്ച് എന്റെ വിശ്വാസം എന്താ ഞാൻ പറയുന്നത് വെച്ചാൽ, എനിക്ക് ഈ ഒരു വലിയ ഒരു ദൈവം, അതിൽ 3 പേഴ്സൺസ്, അതിന്റെ താഴെ ഒരു കൂട്ടം വേറെ കുറെ തളത്തിരുന്ന കുറെ ദൈവന്മാര്, ഏഞ്ചൽസ്, അവരെ തോന്നിയാസം പ്രകാരം ചെയ്യുന്ന, അതിന്റെ മുകളിൽ ആ വലിയ ദൈവത്തിന് ഒരു കൺട്രോൾ ഇല്ലാത്തവർ, ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അല്ല എന്റേത് എന്താ ഞാൻ പറയുന്നത്, അൾട്ടിമേറ്റ് ആയിട്ട് ആ ഗോഡ് ഉണ്ട്. ആ ഗോഡിന്റെ കാര്യങ്ങൾ ഓൾ ആർ നോട്ട് സ്ക്രൂട്ടബിൾ ഫോർ എസ്. അതിൽ ഒരുപാട് ഇൻസ്ക്രൂട്ടബിലിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ മോശത്തരവും ഈ സഫറിങ്ങും ഇതെല്ലാം ഇൻസ്ക്രൂട്ടബിലിറ്റി, ആ ഒരു ഗോഡിന്റെ ഇൻസ്ക്രൂട്ടബിലിറ്റിയിലാണ് ഞാൻ പെടുത്തുന്നത്. ഇറ്റ്സ് മോർ കൺസിസ്റ്റന്റ്. നേരെ മറിച്ച് നിങ്ങളതിലാണെങ്കിലോ നിങ്ങൾ 2 സ്റ്റാൻഡേർഡ് കാണിക്കണേ. ദൈവം, ആ വലിയ ദൈവം കാണിച്ചതിലും ഒരുപാട് പ്രശ്നം കാണുന്നുണ്ട്, പക്ഷെ അത് ഇൻസ്ക്രൂട്ടബിളാണ്, നിങ്ങൾ അത് തൊടാൻ പാടെന്ന് പറയുന്നത്. ഈ ചെറിയ ദൈവം കാണിച്ചതിന് നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നത് എന്തിനാണ്? ഇവിടെ ജഡ്ജ് ചെയ്യുന്നത്, അവിടെ ജഡ്ജ് ചെയ്യാതെ പറയുമ്പോൾ നിങ്ങൾ വിശ്വാസമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്. ബൈബിൾ കൊണ്ടുവന്നിട്ട് പറയുന്നത് എന്ത് വെച്ചാൽ ഇത് ചെറിയ ദൈവമാണ്, ബൈബിൾ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു തലത്തിരിഞ്ഞ ദൈവമാണ്, ബൈബിൾ പറഞ്ഞിട്ടുണ്ടെന്നാണ്, അല്ലാണ്ട് ലോജിക്കലി അനലൈസ് ചെയ്തില്ല. പക്ഷെ ഇവിടെ നമുക്ക് എന്റെ സൈഡിൽ ലോജിക്കൽ കൺസിസ്റ്റൻസി ഉണ്ട്, സിംപ്ലർ തിയറിയുമാണ്. ഒരു കൂട്ടം, ഒരു ഫാമിലി ഓഫ് ഗോഡ്സ്, അതിന്റെ അടിയിൽ ഒരു കൂട്ടം തലത്തിരുന്ന വേറെ കുറെ ദേവന്മാർ, അത് മാലാഖയാണോ എന്താ എനിക്ക് അറിയുന്നില്ല. അങ്ങനത്തെ ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് അവിടെ ഇല്ല. Therefore logically mine is a better coherent theory. അതിനകത്തെ നിങ്ങൾക്ക് ഈ പുസ്തകമില്ലാതെ ഒരു പുസ്തകേതര മതചിന്ത ആണ് നിങ്ങളുടേതെന്ന് പറയുമ്പോൾ,
ഈ പുസ്തകങ്ങളില്ലെങ്കിൽ നമ്മുടെ ചർച്ചയ്ക്ക് അടിസ്ഥാനമില്ല. അത് നമ്മൾ ചർച്ച ചെയ്തതിൽ അർത്ഥവുമില്ല. കാരണം ഇസ്ലാമും ക്രിസ്ത്യാനിയുമായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി പുസ്തകം എടുക്കുന്നില്ലെന്ന് നിങ്ങൾ പറഞ്ഞു. ഓക്കെ, ഞാനൊരു വാക്യം ഉദ്ധരിച്ചു, അതാണ് നിങ്ങൾക്ക് ഇപ്പൊ പ്രശ്നം. ഞാൻ വാക്യം ഉദ്ധരിക്കുന്നില്ല,